വെൽക്കം ബാക്ക് സൈനാസ് യൂട്യൂബ് ചാനൽ. അപ്പോ ഞങ്ങള് നാട്ടിലേക്ക് സർപ്രൈസ് ആയിട്ടാണ് പോണത്. അപ്പൊ വരുന്ന ഡേറ്റ് വീട്ടിൽ ആർക്കും അറിയില്ല. അതാ തുടങ്ങിയേ ஆமா நீங்க என்ன கேட்ட? ஆமா ஊருக்கு போறது எப்பவுமே யார்ட்டையும் சொல்லாத, சஸ்பென்ஸா போய் நிக்கணும் அப்படின்னு சொன்னேன். இப்ப நீ போட்டோ பிடிச்சு விளம்பரம் பண்ணினா அப்ப எல்லாருக்கும் தெரியும்ல. தெரிய மாட்டேன். ஏன்னா இது இப்ப போட மாட்டேன், நம்ம ஊருக்கு எத்துனதுக்கு அப்புறம் தான் போடுவா. ஏன்னா இது பேக்கிங் வீடியோ. பேக்கிங் வீடியோல நம்ம டிராவல் பண்ணது வருவா, நம்ம ஊர்ல சேர்ந்தது வருவா, அங்க உள்ள வீட்டுக்கார எக்ஸ்பிரஷன் எப்படி இருக்குன்னு பாக்குவா. இதா இருக்கு, புரியுதா? அப்ப நம்ம அவளுக்கு வைக்கும் போது ஏன் நீ சொல்லல? ஏன் புரியவே இல்ல? அவங்க வீட்டுக்கு வைக்கும் போது, அவங்க வீட்டுக்குன்னா அங்க வச்சல கவர்ல இது நமக்கு பேக் பண்ண போகுது. அந்த வீடியோ அதெல்லாம் ഇതിലേക്ക് വരുവാ, അപ്പൊ പൊണ്ണുവാ. അപ്പോ നല്ലൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാക്കിങ് ഓൾമോസ്റ്റ് മുടിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ടോയ്സ്. നീங்க தானே അതില് പോട്ടത് കണ്ടോ? 3 സൂക്കേസ് ഓൾമോസ്റ്റ് ആയി. കിച്ചണില് 2 സൂക്കേസും കൂടെ ഉണ്ട്. മൊത്തം 5 സൂക്കേസ് വന്നിട്ടുണ്ട്. ഇനി ഒരു പെട്ടി ഫുള്ളാക്കാണ്ട്. കാരണം നല്ല ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ ആക്കി എപ്പോ എത്ര ലഗേജ് ഉണ്ട് അറിയില്ല. ഉള്ളത് ആകെ 90 കിലോനാണ് വരുന്നത്. നമുക്ക് അത് പോതും, അതിലെല്ലാമേ പോയിടും. ഞാനും പോയിടും, നീങ്ങളും പോയിടും. മൊത്തം തന്നെ 90 കിലോൻ പ്ലസ് 777 3 പേരാണ് പോണത്. അപ്പം എങ്ങനെയാന്നുള്ളത് അറിയില്ല, എന്നാലും നോക്കാം. നമ്മൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാട്ടോ. അപ്പൊ മോസ്റ്റ് ഇപ്പം ഇത്രയായി. ഇനി ബാക്കിയും കൂടി ഉണ്ട്, കുറച്ചും കൂടി പാക്ക് ചെയ്യാണ്ട്. പെട്ടി തെയ്യോ അറിയില്ല, എന്നാലും നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോണത് അബുദാബിയിലേക്കാണ്. കാരണം അബുദാബി എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. പോണ സമയത്ത് എയർപോർട്ട് റോഡ് നല്ല ഫോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി അബുദാബി എയർപോർട്ടിൽ റീച്ച് ചെയ്തു. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ലഗേജ് വെയിറ്റ് ചെയ്തപ്പോൾ ലഗേജ് ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പോൾ നേരെ എന്ത് ചെയ്തു, അതിലൊരു ബോക്സ് എടുത്താണ് ഹസ്ബൻഡ് റിട്ടേൺ കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കയറി. സ്പൈജറ്റ് ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയൊക്കെ ഇരുന്നു. പിന്നെ നോക്കുമ്പോൾ മോർണിംഗ് ഒരു 4:30 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം സൂര്യൻ ഉദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്കത്. അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ റീച്ച് ചെയ്ത് ലഗേജൊക്കെ കിട്ടി. ഞങ്ങൾ വരുന്നത് എൻ്റെ ബ്രദറിനും മാമനും അറിയായിരുന്നു. ബ്രദറിനെ വിളിച്ചപ്പോൾ അവൻ ട്രിപ്പ് പോയെന്ന് പറഞ്ഞു. മാമനെ വിളിച്ചപ്പോൾ അവനെ ഫോൺ എടുക്കുന്നില്ല, ഉറങ്ങിപ്പോയിന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് സർപ്രൈസ് ആയിട്ട് പോവാന്ന് പ്ലാൻ ചെയ്ത് ലാസ്റ്റ് നോക്കുമ്പോൾ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ അമ്മായിൻ്റെ മോനെ കണ്ടു. അങ്ങനെ നേരെ വീട്ടിലേക്ക് ഞങ്ങൾ അവിടെ എത്തിച്ചത്. നടക്കി ഒരാളാണ് വരുന്നുണ്ട്. അന്ന് നടക്കാണ് നടക്കി കണ്ടില്ലല്ലോ. എന്റെ കുട്ടിയോടെ അങ്ങനെ ഉമ്മ നോക്കട്ടെ. പഠിച്ചോനെ ആശ